അതെ, എനിക്ക് ഭയങ്കര മടി എക്സസൈസ് ചെയ്യാൻ. പണ്ടത്തെ ആ ഒരു ഉഷാറില്ല. എന്ത് ചെയ്യും? അല്ലല്ല, പിന്നെ ആരോടാ? ഷിയാവിക്കല്ല എന്നെ ആദ്യത്തെ ഇതിൽ ചെയ്യെന്ന് പറഞ്ഞോണ്ട് തള്ളിയിട്ട്. പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, എനിക്ക് ബാത്റൂമിൽ പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു അന്ന്. എന്ന് പറഞ്ഞാൽ എന്നിട്ട് ആ 105 കിലോമീറ്റർ എന്നിട്ട് കട്ട പണിയെടുപ്പിച്ച്. പക്ഷെ വൈകുന്നേരം എന്റെ കൂടെ ഒന്ന് വാ. എന്തിനാ? ചുമ്മാ ജിമ്മിൽ പോകാന്ന് വിചാരിച്ചല്ലേ. നമുക്കൊരു കുഴപ്പമുണ്ട്, എന്താ പറയാ, ഒരു ഇച്ചിരി ഒന്ന് മാറ്റം വന്നു കഴിയുമ്പോൾ, ഇച്ചിരി മാറ്റമല്ല, നമുക്ക് ആ ഒരു നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇനി എന്തിനാണ് ഡയറ്റ് ചെയ്യുന്നത് അല്ലെ എന്തിനാ വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്ത വരും. ആ ഒരു അഹങ്കാര ഭാവം എനിക്കുമുണ്ട്. അപ്പം എനിക്ക് ഞാൻ പറയട്ടെ, ചുമ്മാ ഒന്ന് വന്നാ മതി, വരാവാ വൈകുന്നേരം അവിടം വരെ ഒന്ന് ഞാൻ വരികയൊക്കെ ചെയ്യാം. പക്ഷെ പഴയതുപോലെ ആക്റ്റീവ് ആക്കി തരാം. കൊല്ലരുത്, ഞാൻ തയ്യാറാ എന്ത് പണി. കാര്യം എനിക്കൊരു 10 കിലോയും കൂടെ കുറയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. നിങ്ങൾ ചിരിക്കണ്ട, കാര്യം എൻ്റെ കെട്ടിയാൻ വന്നിരിക്കുന്നത് ഇനി കുറക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കല്യാണത്തിൻ്റെ ഇപ്പോൾ ആ ഷൂട്ടും കൂടെ കഴിഞ്ഞാൽ പറയുന്നതെന്ന് പറയാം, നിൻ്റെ വണ്ണം കണ്ടിട്ടാണ് ഞാൻ നിന്നെ കെട്ടിയത്, നീ ഇനിയും കുറഞ്ഞാൽ എനിക്ക് നിന്നെ വേണ്ട, നീ വീട്ടിൽ പോയിക്കൊള്ളാനെന്ന്. അതൊന്നും ഞാൻ സാരമാക്കുന്നില്ല, എങ്ങാനും എന്നെ ഒഴിവാക്കി തന്നാലാ. അപ്പൊ 10 കിലോയും കൂടെ 1 മണിക്കൂർ ജസ്റ്റ് ഒന്ന് നടക്കാവാ. ആ മതി, നടത്താൻ മാത്രമേ ഉള്ള നടത്താന്ന് പറഞ്ഞ എന്നെ ഇതേപോലെ ആ 105 കിലോയിട്ട് എന്നിട്ട് പെടുത്തിയിട്ടുണ്ടല്ലോ. രാവിലെ ബാത്റൂമിൽ പോയി പടക്കോന്നും പറഞ്ഞ അങ്ങോട്ട് ഇരുന്നിട്ടുണ്ടല്ലോ, ആ കാലം കൈ പിന്നെ അവിടെ നിന്ന് പൊക്കണ JCB വിളിക്കേണ്ട അവസ്ഥയായിരുന്നു. എന്ന് പറഞ്ഞാൽ അമ്മാതിരി കാലൊക്കെ ഇങ്ങനെ ഇരുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചാടുകയും എന്നിട്ട് ഓടിക്കുകയും ചെയ്ത് പിന്നെ നല്ലൊരു നമുക്ക് കൂടെ ഒരാൾ സപ്പോർട്ടിനുണ്ടെങ്കിൽ എന്താ പ്രയോജനം തരാം. നമ്മൾ മടുക്കത്തില്ല, നമ്മൾ ചെയ്യും. 2 ചാട്ടം ചാടി നമ്മൾ മാറി എവിടെയെങ്കിലും ഒറ്റക്ക് ചെയ്യുമ്പോഴേ നമ്മൾ മാറിയിരിക്കും. പക്ഷേ ഇത് ഉറപ്പായിട്ടും മടുക്കൂല, സത്യം. അതെനിക്കറിയാം, ഉറപ്പായിട്ടും മടുക്കൂല. നിന്നത് ആ വണ്ടി മറ്റേ സാധനമൊക്കെ വാങ്ങിച്ച് വണ്ടി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ഇന്നലെ വർക്കൗട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴേ മറ്റേ നല്ല വെയിറ്റ് ഉള്ള സാധനമൊക്കെ വാങ്ങിച്ച് വണ്ടിയിൽ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാ നല്ലൊരു അടിപൊളി കട്ട സപ്പോർട്ടായിട്ട് നമ്മൾ നല്ലൊരു ഫാറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള എക്സസൈസിങ് വീഡിയോ തുടങ്ങും. അപ്പൊ ഉഷാറല്ലേ? മടുക്കത്തില്ല. അതാണ് നമ്മുടെ വീഡിയോ. മടുക്കാതെ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാനും ഡയറ്റ് ചെയ്യാനും ഉള്ളതാണ്. അതെ, അതാണ് എനിക്കും വേണ്ടത്, നിങ്ങൾക്കും വേണ്ടത്. അപ്പൊ സപ്പോർട്ടായിട്ട് എനിക്ക് ഇവിടെ 2 പേരുള്ളപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഞാനുണ്ടാവും. അപ്പൊ എന്തായാലും നല്ല ഉഷാറോടുകൂടി നമ്മുടെ ഡയറ്റും ചെയ്യാം, എക്സസൈസും ചെയ്യാം. നല്ലൊരു ഡയറ്റ് ചെയ്യാൻ ഫോളോ ചെയ്തോളുക. അപ്പൊ ഇന്ന് മുതൽ നമ്മുടെ ആ ഒരു എക്സസൈസിങ് വീഡിയോ തുടർന്നുണ്ടാവും. അത് കണ്ട് നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുക.